Hello dears, welcome to English classes at Radhika Renish. Creativity and Commerce, the Battle and the Balance. അല്ലെ, അത് ആക്ച്വലി ഒരു സ്പീച്ച് ആണ്. മൈക്കൽ ഹെസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്കൂബ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിസിനസ് ഫേമിന്റെ CEO നടത്തുന്ന ഒരു സ്പീച്ച് ആണ് അറ്റ് RIT, റോച്ചസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ. അപ്പൊ ഇവിടെ അദ്ദേഹം പറയുന്നത് ക്രിയേറ്റിവിറ്റിയും കൊമേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്. കൊമേഴ്സിന് നിലനിൽപ്പുണ്ടാവണമെങ്കിൽ ക്രിയേറ്റിവിറ്റി വേണം. ക്രിയേറ്റിവിറ്റി സക്സസ്ഫുൾ ആവണമെങ്കിൽ ഇൻ ഓർഡർ ടു മേക്ക് മണി ദോസ് പീപ്പിൾ ഷുഡ് നോ ദ മാർക്കറ്റിംഗ് ടെക്നിക്സ് അല്ലെ. അപ്പൊ ആ ഒരു ഐഡിയ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ മെന്റാലിറ്റിയെ പറ്റിയാണ് ഈ ചാപ്റ്റർ അല്ലെങ്കിൽ ഈ സ്പീച്ചിൽ മൈക്കൽ ഹെസ് ഡിസ്കസ് ചെയ്യുന്നത്. In his keynote speech at the Rochester Institute of Technology, Michael Hess discusses the complex relationship between creativity and commerce and explains how balancing both is essential for career success. അപ്പോൾ ഇവിടെ അദ്ദേഹം RIT, അതായത് RIT പറഞ്ഞു വെച്ചാൽ റോച്ചസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അവിടെ ഒരു സ്പീച്ച് നടത്തുകയാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഓഥർ അല്ലെങ്കിൽ സ്പീക്കർ പറയുന്നത് ഈ ക്രിയേറ്റിവിറ്റിയും കൊമേഴ്സും തമ്മിൽ എന്താണ് ബന്ധം. ഇത് രണ്ടും കൂടെ ബാലൻസ്ഡ് ആയി കഴിഞ്ഞാലാണ് ഒരാൾ സക്സസ്ഫുൾ ആവുന്നത്, സക്സസ്ഫുൾ ബിസിനസ്മാൻ ആവുന്നത്. അപ്പോൾ ഈ നമുക്കറിയാം ഒരു ബിസിനസ്സിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ക്രിയേറ്റിവിറ്റിയാണ്. The event organized by the RIT Scope and Career Services and the College of Imaging Arts and Science aimed to prepare creative students for the റിയാലിറ്റീസ് ഓഫ് പ്രൊഫഷണൽ ലൈഫ്. അപ്പം ഇത് എന്തിനാന്ന് വെച്ചാൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകൾ ഇങ്ങനെ ഇമാജിനേഷൻ വേൾഡിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയല്ല, അവർക്ക് എന്താണ്, അവർക്ക് ഒരു പ്രൊഫഷൻ ഉണ്ട്, അവർക്ക് പ്രൊഫഷണൽ ലൈഫിൽ ഒരുപാട് ശോഭിക്കാൻ കഴിയും. കാരണം ബിക്കോസ് ദേ ആർ ക്രിയേറ്റീവ്. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടെ കൂടുതൽ സക്സസ്ഫുൾ ആയിട്ട് ജീവിതത്തിൽ മാറാൻ പറ്റും. അപ്പൊ ആ ഒരു വ്യൂ പോയിന്റിലൂടെയാണ് ഈ ഒരു സ്പീച്ച് സംഘടിപ്പിച്ചത്. അതിനായിട്ടാണ് നമ്മുടെ മൈക്കൽ ഹെസ് ഇവിടുത്തെ ഒരു ഇൻവൈറ്റി ആയിട്ട് വന്നിട്ട് ഈ സ്പീച്ച് പറയുന്നത്. ആരാണ് ഈ മൈക്കൽ ഹെസ്? He is the co-founder and CEO of Scuba Design. Speaks from his experience as both a creative professional and a business owner. അദ്ദേഹം ഒരു ബിസിനസ് മാൻ ആണ്. സ്കൂബ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ CEO ആണ്. Hess begins by appreciating the creative environment at RIT and acknowledges that students are highly talented. അപ്പോൾ ഈ RIT സ്റ്റുഡൻസിനെ അഡ്രസ് ചെയ്തിട്ട് പറയുന്നതാണ്. അപ്പോൾ അവർ ആദ്യം തന്നെ അദ്ദേഹം പറയുന്നത് ആ സ്റ്റുഡൻസ് വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. അതുപോലെ RIT വളരെയധികം ഒരു ക്രിയേറ്റീവ് അറ്റ്മോസ്ഫിയർ ആണ് ഉള്ളത് എന്നൊക്കെയുള്ള കാര്യത്തിൽ അയാൾ അപ്രീഷിയേറ്റ് ചെയ്യാണ്. However, he wants that creative education often emphasizes imagination, intuition, and artistic expression, qualities linked with the right brain. ഇനി അദ്ദേഹം ഒരു കോൺസെപ്റ്റ് പറയാണ്, റൈറ്റ് ബ്രെയിൻ ആൻഡ് ലെഫ്റ്റ് ബ്രെയിൻ എന്നുള്ളത്. അതായത് ഇവിടെ ഈ RIT കൂടുതലായിട്ട് ആർട്ടിസ്റ്റിക് ഇമാജിനേഷൻ ആണ് പ്രോത്സാഹിപ്പിക്കുന്നത്. അതെപ്പോഴും റൈറ്റ് ബ്രെയിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. റൈറ്റ് ബ്രെയിനിന്റെ ജോലിയാണ് ആർട്ട് അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലെഫ്റ്റ് ബ്രെയിനിന്റെ ജോലിയാണ് അതർ ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻസ്, അതർ ടൈപ്പ് ഓഫ് നോളേജ്, റീസണിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇവിടെ റൈറ്റ് ബ്രെയിനിലെ ആ ഒരു ക്രിയേറ്റിവിറ്റിയാണ് ഇവിടെ സംഭവിക്കുന്നത്. In contrast, professional success also requires left brain abilities such as logic, analysis, planning, and business reasoning. അപ്പോൾ നമുക്കറിയാം ഈ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകൾ റൈറ്റ് ബ്രെയിൻ ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊഫഷണൽ സക്സസിന് കൂടുതൽ ലോജിക്കൽ റീസണിങ് ഒക്കെ വരുന്നത് ലെഫ്റ്റ് ബ്രെയിനിലാണ്. ഓക്കെ, പ്ലാനിങ്, അനാലിസിസ്, ലോജിക് ഒക്കെ വരുന്നത്. അപ്പോൾ പക്ഷെ അവരെപ്പോഴും ഈ ലെഫ്റ്റ് ബ്രെയിൻ യൂസ് ചെയ്യുന്നില്ല. ദേ ആർ ഓൾവേസ് റണ്ണിങ് ആഫ്റ്റർ ഓർ ദേ ആർ ഓൾവേസ് യൂസിങ് ദെയർ റൈറ്റ് ബ്രെയിൻ ഇൻസ്റ്റെഡ്. അപ്പോൾ ഈ രണ്ട് ബ്രെയിനും കൂടെ അവർ ഉപയോഗിച്ചാൽ മാത്രമാണ് ദേ ബിക്കം പ്രൊഫഷണലി സക്സസ്ഫുൾ പേഴ്സൺസ്. Then this difference creates a tension or battle between creativity and commerce. അപ്പോൾ അതാണ്, that is, it's actually a tension between one's right brain and left brain.
According to Hess, many creatives see business as restrictive or uninteresting. But in reality, commerce is what allows creative work to survive in the real world. അപ്പം ചില ആളുകൾ വിചാരിക്കുന്നത് എന്താണ് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊമേഴ്സ് എന്ന് പറഞ്ഞു വെച്ചാൽ അതിൽ വലിയ ക്രിയേറ്റിവിറ്റി ഒന്നുമില്ല അല്ലെ ഇറ്റ് റിസ്ട്രിക്ട്സ് ക്രിയേറ്റിവിറ്റി എന്നൊക്കെയാണ് ആളുകൾ വിചാരിക്കുന്നത് പക്ഷേ എസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രിയേറ്റിവിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ കൊമേഴ്സ് ഇല്ല ഓക്കെ ബിസിനസ് സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റിവിറ്റി ഷുഡ് ബി ദയർ. One of the most important speech is that everyone is in sales, even if they do not realize it. അല്ലെ നമ്മൾ എല്ലാവരും ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ നമ്മൾ മാർക്കറ്റ് ചെയ്യാണ് ചെയ്യുന്നത് നമ്മൾ അതിനെപ്പറ്റി അവെയർ അല്ല എന്ന് മാത്രം. എങ്ങനെയാണത് ക്രിയേറ്റീവ് ഇൻഡിവിജ്വൽസ് ആർ നോട്ട് ജസ്റ്റ് ആർട്ടിസ്റ്റ് ദേ ആർ കോൺസ്റ്റന്റ്ലി സെല്ലിങ് ദെയർ ഐഡിയാസ് സ്കിൽസ് ആൻഡ് അച്ചീവ്മെന്റ്സ് അല്ലെ അപ്പോൾ ഈ ഒരു പെയിന്റിങ് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഒരാള് ഒരു ചിത്രത്തിലൂടെ അല്ലെങ്കിൽ ഒരു പോയത്തിലൂടെ അവര് എന്താണ് അവരുടെ ഐഡിയ ആണ് അവിടെ വിൽക്കുന്നത് ഓക്കെ അവരുടെ സ്കിൽ അവരുടെ അച്ചീവ്മെന്റ് അതൊക്കെയാണ് അവരവിടെ സെയിൽ ചെയ്യുന്നത്. The first sale in life is selling oneself during job interviews through resumes, portfolios, and communication skills. അപ്പം നമുക്കറിയാം നമ്മൾ ജോബ് ഇന്റർവ്യൂവിൽ വാട്ട് ഈസ് ഹാപ്പനിങ് വി ആർ സെൽഫ് മാർക്കറ്റിംഗ് അല്ലെ അപ്പൊ നമ്മൾ നമ്മളെ മാർക്കറ്റ് ചെയ്യാണ് ചെയ്യുന്നത് എനിക്ക് ആ കഴിവുണ്ട് ഈ കഴിവുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്മളെ അവരെ വാങ്ങാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ റെസ്യൂമയിലും പോർട്ട്ഫോളിയോയിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ്സിലൂടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലൂടെ നമ്മൾ നമ്മളെ മാർക്കറ്റ് ചെയ്യുക ചെയ്യുന്നത് ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സെയിൽ അക്കോർഡിംഗ് ടു ഹെസ്. Later, in workplace, people sell their ideas to colleagues, convince managers, defend their arguments, and present their accomplishments for promotions. ഇനി നമ്മൾ ജോലി കിട്ടിക്കഴിഞ്ഞാലോ നമുക്ക് അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടാവും കുറെ ഐഡിയകൾ വീണ്ടും നമ്മുടെ ഐഡിയകൾ അവിടെ വിൽക്കേണ്ടി വരും ഓക്കെ അപ്പോൾ നമുക്ക് അങ്ങനെ ഐഡിയകൾ വിറ്റാൽ അല്ലെങ്കിൽ നമുക്ക് നല്ല ഐഡിയകൾ ഉണ്ടായാൽ മാത്രമേ നമുക്ക് പ്രൊമോഷൻസ് കിട്ടുള്ളൂ അപ്പൊ അതിനായിട്ട് നമ്മൾ നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ് അവിടെ വിൽക്കുന്നത്. Therefore, sales and commerce are unavoidable parts of any creative career. അപ്പൊ അതുകൊണ്ട് തന്നെ സെയിൽസ് നമുക്കൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റില്ല കാരണം നല്ലൊരു കരിയറിന് സക്സസ്ഫുൾ കരിയറിന് സെയിൽസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. Hess identifies three major commercial challenges of the creative mind. അല്ലെ ഇനി ക്രിയേറ്റീവ് മൈൻഡിന്റെ 3 മേജർ ചലഞ്ചസ് എന്തൊക്കെയാണെന്നാണ് അടുത്തതായിട്ട് ഹെസ് പറയാൻ പോകുന്നത്. The first is the tendency of creative people to be casual and non-conformist. അല്ലെ അവരെപ്പോഴും ഒരു they are not at all interested in money making process. അല്ലെ ക്രിയേറ്റീവ് പീപ്പിൾ അവരെപ്പോഴും എന്താ പറയാ നോൺ കൺഫോമിസ്റ്റ് മെന്റാലിറ്റി ഉള്ളതായിരിക്കും ഈ മെറ്റീരിയലിസ്റ്റിക് വേൾഡിലൊന്നും വലിയ താല്പര്യമില്ല ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. While creativity values freedom, the workplace requires discipline, deadlines, and professional behavior. Ignoring these expectations can harm a career. അല്ലെ ഇങ്ങനത്തെ ഈ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകൾ എവിടെയെങ്കിലും ഇതുപോലെ വർക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് അപ്പൊ അവർക്ക് തോന്നുകയാണ് അവിടെ കുറെ എന്തായാലും ഒരു ഫേം ആവുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആവുമ്പോൾ അവിടെ കുറെ റിസ്ട്രിക്ഷൻസ് ഉണ്ടാവും പക്ഷേ ലൈക്ക് ഡിസിപ്ലിൻസ് അല്ലെ അപ്പൊ അവരിത് ഫോളോ ചെയ്യുന്നതിലൂടെ ഈ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ വിചാരിക്കുന്നത് അവർക്ക് അവിടെ ഫ്രീഡം കിട്ടുന്നില്ല ഓക്കെ അപ്പൊ ആ ഒരു രീതിയിൽ അവർ എന്ത് ചെയ്യാണ് they are not at all ready to continue there. The second challenge is pride, the belief that this is how I do it or refusal to accept feedback. അപ്പം പിന്നെ വേറൊരു രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ അവർക്ക് വല്ലാത്തൊരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ടായിരിക്കും ആൻഡ് ദേ ആർ ഗിവിങ് മച്ച് ഇമ്പോർട്ടൻസ് ടു ദംസെൽഫ് സെൽഫ് റെസ്പെക്ട് കൂടുതലായിരിക്കും ആരെങ്കിലും ഇത് അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയാ ചെയ്യുന്നത് ആൻഡ് ദേ ആർ നോട്ട് അറ്റ് ഓൾ റെഡി ടു ആക്സെപ്റ്റ് എനി കൈൻഡ് ഓഫ് ഫീഡ്ബാക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു പ്രൊഫഷണൽ ഡെവലപ്മെന്റിന് ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവുന്നില്ല അപ്പൊ ഇതൊക്കെയാണ് രണ്ടാമത്തെ ചലഞ്ച് ആയിട്ട് ഹെസ് പറയുന്നത് ഫോർ ആർട്ടിസ്റ്റിക് പീപ്പിൾ ഓർ ക്രിയേറ്റീവ് പീപ്പിൾ. Such attitudes create conflicts in team environments and with clients. അപ്പോൾ നമുക്കറിയാം ഈ ആർട്ടിസ്റ്റിക് പറഞ്ഞാൽ ഇങ്ങനത്തെ ആളുകൾ പറഞ്ഞാൽ കേൾക്കാത്ത ആളുകൾ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഫേം അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആവുമ്പോൾ കുറച്ച് കോൺഫ്ലിക്റ്റുകളൊക്കെ ഉണ്ടാവും. The third challenge is a lack of business awareness. പിന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകൾ അവർക്ക് മാർക്കറ്റ് ചെയ്യുക എങ്ങനെയെന്ന് അവർക്ക് അറിയുന്നില്ല അതും ഒരു വലിയ ചലഞ്ചാണ്.
Many creative do not understand budgets, customer needs, market trends or profit making processes. അപ്പോൾ എന്താണ് ബഡ്ജറ്റ് അല്ലെങ്കിൽ കസ്റ്റമർക്ക് എന്താ വേണ്ടത്, ഇപ്പോഴത്തെ മാർക്കറ്റ് ട്രെൻഡ് എന്താണ്, ഇതൊക്കെ അറിഞ്ഞാലാണ് ഒരാൾ സക്സസ്ഫുൾ ആവുള്ളൂ. പക്ഷേ ദേ ആർ നോട്ട് അറ്റ് ഓൾ ബോദറിങ് ഓൾ ദീസ് തിങ്സ്. വിതൗട്ട് ദിസ് നോളജ് their work may fail commercially even if it is artistically strong. അങ്ങനെ അവർക്ക് ആ ഒരു കൊമേഴ്സിന്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ ആ ഒരു വാണിജ്യത്തിന്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ അത് മാർക്കറ്റിംഗിന്റെ സ്ഥാനത്ത് അവർ പരാജയപ്പെട്ടു പോകുന്നു. അവരുടെ വർക്ക് ഭയങ്കര ആർട്ടിസ്റ്റിക്കൽ എക്സലൻസ് ഉള്ളതാണെങ്കിൽ പോലും അവർക്കത് മാർക്കറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ സംജാതമാകുന്നു, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകുന്നു. Hess stresses that compromise is not the enemy of creativity. അപ്പൊ അവർ പറയാണ് അങ്ങനെ ഒരു ഇൻഡിവിജ്വാലിറ്റിന്റെ വല്ലാതെ സെൽഫ് റെസ്പെക്റ്റിന്റെ ആവശ്യമൊന്നുമില്ല. കോംപ്രമൈസ് ക്രിയേറ്റിവിറ്റിയുടെ എനിമി ഒന്നും അല്ല. വി ക്യാൻ കോംപ്രമൈസ് ഫോർ ഗുഡ് തിങ്സ്. ഇൻസ്റ്റെഡ് കോംപ്രമൈസ് ഹെൽപ്സ് ഐഡിയാസ് ബിക്കം പ്രാക്ടിക്കൽ ആൻഡ് യൂസബിൾ. അപ്പൊ നമുക്ക് മാർക്കറ്റ് ട്രെൻഡ് അനുസരിച്ച് ഫീഡ്ബാക്ക് കളക്ട് ചെയ്തിട്ട് വി ക്യാൻ ചേഞ്ച് അവർ ക്രിയേറ്റീവ് മോഡ്സ് അല്ലെ. നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റി നല്ല രീതിയിൽ തിരിച്ചു വിട്ട് കഴിഞ്ഞാൽ എന്താണ്, വി ക്യാൻ ബിക്കം സക്സസ്ഫുൾ. ആർട്ടിസ്റ്റിക് പീപ്പിൾ ക്യാൻ ബിക്കം സക്സസ്ഫുൾ. He encourages creatives to learn marketing, customer psychology and business fundamentals. അതുകൊണ്ട് തന്നെ ഈ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യണം എന്നാണ് നമ്മുടെ ഹെസ്സിന്റെ അഭിപ്രായം. അവർ മാർക്കറ്റിംഗ് പഠിക്കണം, അതുപോലെ തന്നെ കസ്റ്റമർ സൈക്കോളജി പഠിക്കണം, ബിസിനസ് ഫണ്ടമെന്റൽസ് പഠിക്കണം. Then they can become very good business people. By understanding the needs of companies and clients, creatives can increase their value and ensure long-term career growth. അപ്പൊ അതുപോലെ തന്നെ കമ്പനീസിന്റെയും ക്ലയൻസിന്റെയും ഒരു ആവശ്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലെ, അപ്പൊ അവർക്ക് ഈ ക്രിയേറ്റീവ്സിന് അവരുടെ സെയിൽസ് കൂട്ടാൻ പറ്റും, അല്ലെങ്കിൽ അവരുടെ ക്രിയേറ്റിവിറ്റി അതിനനുസരിച്ച് തിരിച്ചുവിടാൻ പറ്റും. അതായത് നീഡ് എന്താണ്, കസ്റ്റമറിന്റെ ആവശ്യം എന്താണ് എന്നറിഞ്ഞുകൊണ്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുക. അതാണ് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്മാന്റെ അല്ലെങ്കിൽ വുമന്റെ രഹസ്യം എന്ന് പറഞ്ഞു. അപ്പൊ ഈ ക്രിയേറ്റീവ് പീപ്പിളിന് അവിടെ സക്സസ്ഫുൾ ആവാൻ പറ്റും. When creative professionals combines talent with commercial understanding, they gain stability, promotions, and eventually more freedom to express themselves. കുറച്ച് അവര് ഈ ക്രിയേറ്റീവ് പീപ്പിൾ ദേ ആർ യൂസിങ് ദെയർ റൈറ്റ് ബ്രെയിൻ മോർ, കുറച്ച് ലെഫ്റ്റ് ബ്രെയിനും കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ കൊമേഴ്സ് എന്താണ്, എങ്ങനെ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ജോലി അവർ ചെയ്യുമ്പോൾ അതിലെങ്ങനെ അവർക്ക് സക്സസ്ഫുൾ ആയിട്ട് തുടരാൻ പറ്റും എന്നൊക്കെ അവർ ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് ദേ കാൻ ബിക്കം വെരി സക്സസ്ഫുൾ പീപ്പിൾ. In conclusion, Hess argues that creativity alone is not enough. It must be supported by commercial knowledge to become sustainable. അപ്പൊ ഒരാൾ ക്രിയേറ്റീവ് ആയി എന്ന് വിചാരിച്ചിട്ട് അയാൾ സക്സസ്ഫുൾ ആവുന്നില്ല, പക്ഷെ അയാൾക്ക് കൊമേഴ്സ്യൽ നോളജും കൂടെ വേണം. എ ബാലൻസ് ഓഫ് ബോത്ത് ദ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബ്രെയിൻസ് അല്ലെ. അതായത് റൈറ്റ് ബ്രെയിനിലാണ് ക്രിയേറ്റിവിറ്റി ഉള്ളത്, ലെഫ്റ്റ് ബ്രെയിനിലാണ് പ്രൊഫഷണൽ ലോജിക് ഐഡിയാസ് ഒക്കെ ഉള്ളത്. രണ്ടും കൂടെ യൂസ് ചെയ്താൽ മാത്രമാണ് ഒരാൾ സക്സസ്ഫുൾ ആവുന്നുള്ളൂ. The true path to success lies in balancing artistic passion with professional discipline and business awareness. അപ്പൊ അവിടെ ചിലപ്പോൾ കുറച്ച് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ we should have to understand the customer need or ഫീഡ്ബാക്ക്, വി ഷുഡ് ഹാവ് ടു കളക്ട് ഫീഡ്ബാക്ക്. അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമാണ് ഒരാൾ സക്സസ്ഫുൾ ആവുന്നുള്ളൂ. കുറെ ഐഡിയ ഉണ്ടായിട്ട് കാര്യമില്ല. ദിസ് ബാലൻസ് അലോസ് ക്രിയേറ്റീവ് ഇൻഡിവിജ്വൽസ് ടു ബിൽഡ് സ്ട്രോങ് കരിയേഴ്സ് വൈൽ സ്റ്റിൽ എക്സ്പ്രസിംഗ് ദെയർ ക്രിയേറ്റിവിറ്റി. അങ്ങനെ അവരുടെ ലെഫ്റ്റ് ബ്രെയിൻ കൊണ്ട് അവർക്ക് പൈസ ഉണ്ടാക്കാം ബൈ യൂസിങ് ദെയർ റൈറ്റ് ബ്രെയിൻ വെരി അബൻഡന്റ്ലി. അപ്പോൾ നമുക്ക് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബ്രെയിൻ ക്രിയേറ്റിവിറ്റിയും കൊമേഴ്സും എല്ലാതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇന്നത്തെ കാലത്ത്, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് മാത്രമല്ല ബിസിനസ് വേൾഡിൽ നിലനിൽക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ അവർക്ക് സ്ട്രോങ് കരിയർ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇഫ് എ പേഴ്സൺ ഈസ് യൂസിങ് ഹിസ് ഓർ ഹെർ brains, that is both the right and left brain alike in a balanced way. അങ്ങനെയാണെങ്കിൽ അവർക്ക് they can become very successful in their business as well as in their career. ഓക്കെ, അപ്പോൾ വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതൊരു വലിയൊരു ചാപ്റ്റർ ആണ്, അറൗണ്ട് 30 to 40 പേജസ് ആർ ദെയർ. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് വായിക്കുക, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.